भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരുകൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ഭാഗവതമൂർത്തിയായ പൊന്നുഗുരുവായൂരപ്പൻ്റെ പ്രത്യേകമായ വാത്സല്യം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 737 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ദശമസ്കന്ധത്തിൻ്റെ സമർപ്പണാധ്യായം 90 അധ്യായം. അതിലെ 14 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇന്ന് 15 ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഭഗവത് പത്നിമാരുടെ വാക്കുകൾ ആണ് നമ്മൾ കേൾക്കാൻ പോണത്. മഹിഷ്യ ഊചു എന്ന് പറഞ്ഞ് ആ പത്നിമാർ എല്ലാവരും അവരുടെ ഹൃദയഭാവം ഒരേപോലെയാണ് എന്നുള്ളത് കൊണ്ട് അവർ ഒരുമിച്ച് പറഞ്ഞു എന്നാണ്. ഒരു കുരരിപ്പക്ഷിയോട് പറയുന്ന വാക്കുകളായിട്ടാണ് ആദ്യത്തെ ശ്ലോകം. കുരരി വിലപസിത്വം വീത നിദ്രാനശേഷേ സ്വപിതി ജഗതി രാത്ര്യാമീശ്വരോ ഗുപ്തബോധ. വയമിവ സഖി കച്ചിൽ ഗാഠനിർഭിന്നചേത നളിനനയനഹാസോദാരലീലേക്ഷിതേന. കുരരി ജഗതി ത്വം വീതനിദ്രാ വിലപസി. കുരരി, ഈ ലോകത്തിൽ നീ നിദ്രാഹീനയായിട്ട് വിലപിക്കുകയാണോ? നശേഷേ, ശയിക്കുന്നില്ലേ? ഗുപ്തബോധ, ഗോപനം ചെയ്യപ്പെട്ട ബോധത്തോടു കൂടിയവനായ ആ ഈശ്വരൻ നാഥൻ രാത്രിയാം സ്വപിതി, രാത്രിയിൽ ഉറങ്ങുന്നു. ഹേ സഖി വയമിവ, ഞങ്ങളെപ്പോലെ കൂട്ടുകാരി, ത്വമപി നീയും, നളിനനയനഹാസോദാരലീലക്ഷിതേന, നളിനനയനൻ്റെ ആ താമരക്കണ്ണൻ്റെ ഹാസം കൊണ്ട് ഉദാരമായ ലീലാനോട്ടത്താൽ ഗാഠനിർഭിന്ന ചേതാ കച്ചിൽ, എപ്പോഴും ഭേദിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ടാണോ നീയും ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരാൾ മാത്രം നിദ്രാസുഖം അനുഭവിക്കാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കിടക്കുന്നേയില്ല. ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യവിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ബോധത്തെ ഉള്ളിലടക്കി ഞങ്ങളുടെ പ്രാണനാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അതുകൊണ്ട്
ആ ഭഗവാൻ കിടന്നുറങ്ങുമ്പോൾ നീയ് എന്താണ് ഉറങ്ങാതെ ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് ശരിയാണോ? ശ്രീകൃഷ്ണൻ്റെ ഉറക്കത്തിന് ഭംഗം വരില്ലേ എന്നാണ്. നീയും ഞങ്ങളെപ്പോലെ ആ ഭഗവാന്റെ താമരയ്ക്ക് തുല്യമായ നേത്രം, ആ ഭഗവാന്റെ മനോഹരമായ ഹാസം, അതുകൊണ്ട് ആ അപാംഗവീക്ഷണം കൊണ്ട് നിന്റെയും ഹൃദയം മുറിവേറ്റുവോ? അഗാധമായ മുറിവേറ്റ ഹൃദയത്തോടു കൂടിയാണോ നീയ്? അങ്ങനെയാണെങ്കിൽ നീയും ഉറക്കം വരാതെ ഭഗവാനെ വിചാരിച്ചു കരയുന്നതിൽ തെറ്റില്ല. തങ്ങളുടെ അവസ്ഥ ആ കുരരിപ്പക്ഷിയിൽ ആരോപിച്ചും കൊണ്ട് അവർ പറയുകയാണ്, നേത്രേ നിമീലയസി നക്തമദൃഷ്ടബന്ധുസ്ത്വം രോരവീഷി കരുണം ബത ചക്രവാഗി ദാസ്യം ഗതാവയമിവാച്യുതപാദജുഷ്ടാം കിം വാസ്രജം സ്പൃഹയസേ കബരേണ വോഢും. പിന്നെ ചക്രവാക പക്ഷിയോട്, ചക്രവാഗി നക്തം അദൃഷ്ടബന്ധു നേത്രേ നിമീലേസി, രാത്രിയിൽ കാണപ്പെടാത്ത ബന്ധുവിനോട് കൂടിയവളായി കണ്ണുകളെ നിമീലനം ചെയ്യണം. കരുണം, ദുഃഖം ജനിക്കത്തക്ക തരത്തിൽ രോരവീഷി, എപ്പോഴും കരയണു, കഷ്ടം. വയമിവ, ഞങ്ങളെപ്പോലെ ദാസ്യം ഗത, ദാസ്യം പ്രാപിച്ചിട്ട് അച്യുതപാദജുഷ്ടാം, ഭഗവാന്റെ പാദസ്പർശത്തോടു കൂടിയ സ്രജം, ആ മാലയെ കബരേണ, തലമുടി കൊണ്ട് വഹിക്കാനായി കിം വാ സ്പൃഹയസേ, നീയും ആഗ്രഹിക്കുന്നുണ്ടോ? നീ എന്തിനാണ് കരയണത്? അല്ലെങ്കിൽ നീ എന്തിനാണ് കണ്ണുകൾ ചിമ്മിയിരിക്കുന്നത്? പ്രിയതമനെ കാണാത്തത് കൊണ്ട്? എങ്കിൽ ഇനി മറ്റാരെയും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ കണ്ണടച്ചിരിക്കണത്? അതുകൊണ്ട് തന്നെയാണോ കേൾക്കുന്നവർക്ക് കൂടി ദുഃഖം അധികരിക്കാൻ തക്ക തരത്തിൽ അതിദുഃഖത്തോടു കൂടിയാണല്ലോ നീ കരയുന്നത്? നീ കണ്ണടച്ചിങ്ങനെ കരയുകയാണല്ലോ. ആ ഭഗവാന്റെ ശരീരത്തിൽ ധരിച്ച പൂമാല തലമുടിയിൽ ചൂടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങളെപ്പോലെ? അദ്ദേഹത്തിൻ്റെ ദാസീഭാവം പ്രാപിച്ച് ഞങ്ങളെപ്പോലെ ആ ഭഗവാന്റെ ദാസ്യം കിട്ടണം, ആ ഭഗവാന്റെ ദാസിയാവണം എന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നീ കരയുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റില്ല. പക്ഷേ ഭഗവാൻ കിടന്നുറങ്ങുകയാണ്, നീ ഇങ്ങനെ ആർത്തനാദം പുറപ്പെടുവിച്ചാൽ, നീ ഇങ്ങനെ കരഞ്ഞാൽ ഭഗവാന്റെ ഉറക്കത്തിന് ഭംഗം വരില്ലേ എന്ന് ചക്രവാക പക്ഷിയുടെ അടുത്ത് ചോദിക്കണു. പിന്നെ സമുദ്രത്തോടാണ് ചോദിച്ചത്. സമുദ്രത്തിൻ്റെ ശബ്ദം, തിരമാലകളുടെ ശബ്ദം കുറച്ചുകൂടി കനത്തതാണ്. ഭോ ഭോ സദാനിഷ്ടനസേ ഉദന്വൻ അലബ്ധനിദ്രോധിഗത പ്രജാഗര കിം വാ മുകുന്ദാപഹൃതാത്മലാഞ്ജന പ്രാപ്താം ദശാം ത്വം ചഗതോ ദുരത്യയാം. ഭോ ഭോ ഉദന്വൻ, ഹേ സമുദ്രമേ. അലബ്ധനിദ്ര, അലബ്ധമായ നിദ്രയോടുകൂടിയവനായി. അധിഗത പ്രജാഗര, അധിഗമിച്ചതായ പ്രജാഗരത്തോടു കൂടിയവനായി. സദാ നിഷ്ടനസേ, എപ്പോഴും നീ ഇങ്ങനെ ആക്രോശിക്കുന്നുണ്ടല്ലോ. മുകുന്ദാപഹൃതാത്മലാഞ്ഛന, മുകുന്ദനാൽ അപഹരിക്കപ്പെട്ട ആത്മാവിൻ്റെ ലക്ഷണത്തോടു കൂടിയവനായിട്ട് ത്വം ച, നീയും ദുരത്യയാം പ്രാപ്താം, അതിക്രമിക്കാൻ കഴിയാത്ത പ്രാപിക്കപ്പെട്ടതായ, ഞങ്ങൾ പ്രാപിച്ച ആ അവസ്ഥയെ നീയും അതിലേക്ക് എത്തിച്ചേർന്നുവോ എന്നാണ്. നിദ്രയില്ലാതെ എപ്പോഴും ജാഗ്രത അവസ്ഥയിലാണല്ലോ നീ എപ്പോഴും ഉറക്കെ കരയുന്നുണ്ടല്ലോ. നീയും ഞങ്ങളെപ്പോലെ ആയതുകൊണ്ടാണോ നീ ഇങ്ങനെ കരയണത്? കടലേ, സമുദ്രമേ, ആ ഭഗവാൻ ഞങ്ങളുടെ ആ കുചകുങ്കുമത്തെയും നേത്രാഞ്ജനത്തെയും അധരരാഗത്തെയും സുരതക്രീഡയുടെ ആ സൗരതത്തിൻ്റെ നേരത്ത് അപഹരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കഷ്ടമാണ്. അതേപോലെ നിന്റെ ആ അന്തസ്സ് കാണിക്കുന്ന തരത്തിൽ നിന്റെ അകത്ത് ഉള്ളതായിരിക്കുന്ന കൗസ്തുഭാദി ധനവിശേഷങ്ങളൊക്കെ ആ ഭഗവാൻ അപഹരിച്ചു എന്നുള്ളത് കൊണ്ടാണോ നീ കരയണത്? അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥ വലിയ കഷ്ടം തന്നെയാണെന്നാണ് ഭഗവത് പത്നിമാർ പറയണത്. കാരണം ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്നവനാണെങ്കിലും നമ്മൾക്ക് നേരെ ഈ മുകുന്ദൻ, മുക്തിം ദദാതി ഇതി മുകുന്ദഹ എന്നാണ്. ഈ ഭഗവാൻ, ഈ ശ്രീകൃഷ്ണൻ കരുണയില്ലാതെ നമ്മുടെ വസ്തുക്കളൊക്കെ അപഹരിച്ചിരിക്കുന്നു.
കരയുവാനല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമ്മുടെ മനസ്സിനെയും അപഹരിച്ചിരിക്കുന്നു അല്ലേ? ത്വം യക്ഷ്മണ ബലവതാസി ഗൃഹീത ഇന്തോ ക്ഷീണസ്തമോന നിജദീധിഭി ക്ഷിണോഷി കച്ചിന്മുകുന്ദഗതിതാനി യഥാവയം ത്വം വിസ്മൃത്യ ഭോ സ്ഥഗിതഗീരുപലക്ഷ്യസേന. ഇന്തോ ചന്ദ്ര വിളിക്കുകയാണ്, നീയും ബലവതാ യക്ഷ്മണ ഗൃഹീത അസി, നീയും അത് വലിയ ക്ഷയരോഗം നിനക്ക് ബാധിച്ചതായിട്ട് തോന്നുന്നു, ക്ഷീണിച്ചവനായിട്ട്. നിജദീധിഭി, നിന്റെ ആ കാന്തികൾ കൊണ്ട് ഇരുട്ടിനെ നക്ഷിണോഷി നശിപ്പിക്കണില്ലല്ലോ. യഥാവയം ഞങ്ങളെപ്പോലെ നീയും മുകുന്ദഗതിതാനി, മുകുന്ദൻ പറഞ്ഞവയൊക്കെ സ്മരിച്ചിട്ട് സ്ഥഗിതഗി കച്ചിൽ, സ്ഥഗിതമായ വാക്കോടുകൂടിയവനോ ഞങ്ങളാൽ കാണപ്പെടുന്നു. ഉപലക്ഷ്യസേ, അപ്പോ തിരുക്കുകൾ കൂടി മുകുന്ദചിന്ത കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കെ സദ്ഗുണസമ്പന്നനായിരിക്കുന്ന ചന്ദ്രൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആദ്യം അവർ ആലോചിച്ചു, പിന്നെ അവർ പറയുകയാണോ മനസ്സിലായി. കാരണം നിനക്ക്, നീ ബലവാനാണെങ്കിൽ നിനക്കിപ്പോൾ ക്ഷയരോഗം ബാധിച്ചിരിക്കുന്നു, അമൃതകിരണനാണ് നീയ്, ശീതാംശുവാണ് നീയ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ക്ഷീണിച്ചിരിക്കണു നീയ്. ഈ ക്ഷയം വന്നപ്പോൾ നിന്റെ കിരണങ്ങൾ കൊണ്ട് അന്ധകാരത്തെ നശിപ്പിക്കാൻ സാധിക്കണില്ല, അതിന് നീ അശക്തനായി, ശത്രുവിനെ ജയിക്കാൻ നിനക്ക് സാധിക്കാതെ ആയിരിക്കണു. അതുകൊണ്ടാണോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കണത്? ഓ അങ്ങനെയല്ല അല്ലേ, നീയും ഞങ്ങളെപ്പോലെ ആ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ പരിപാലിച്ചു കാണാത്തത് ഓർത്തിട്ട് മിണ്ടാതിരിക്കാവും അല്ലേ? ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞ സമയത്ത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നത്. നിന്റെ കിരണങ്ങളേറ്റ് പത്നി സഹിതനായി ക്രീഡിക്കാൻ വരാമെന്ന് ഭഗവാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്നില്ല അല്ലേ? അപ്പോൾ സ്വന്തം കിരണങ്ങൾ കൊണ്ട് ഭഗവാനെ വേണ്ട പോലെ പൂജിക്കാൻ സേവിക്കാൻ സാധിക്കണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ചന്ദ്ര നീയും ഇതാ ഒന്നും മിണ്ടാതെ മൗനം അവലംബിക്കുന്നത്? കിം ത്വാചരിതമസ്മാഭിർമലയാ നിലതേ പ്രിയം ഗോവിന്ദാപാംഗനിർഭിന്നേ ഹൃദീരയസി നസ്മരം. മലയാനില, ചന്ദനവനവായുവിനെ വിളിക്കുകയാണ്. നിനക്ക് കിം പ്രിയം, എന്താണ് എന്തൊരു പ്രിയം, കിം അപ്രിയം, എന്തൊരു അപ്രിയം, രണ്ടും ഉദ്ദേശിക്കുന്നുണ്ട്. അസ്മാഭി, ഞങ്ങളാൽ, ആചരിതം, ഞങ്ങളാൽ ആചരിക്കപ്പെട്ടു, ഗോവിന്ദാപാംഗ നിർഭിന്നെ, ഗോവിന്ദൻ്റെ കടക്കണ്ണോട്ടം കൊണ്ട് ഭേദിക്കപ്പെട്ട ഞങ്ങളുടെ മനസ്സിൽ സ്മരം ഈ രയസി, മന്മഥനെ പ്രേരിപ്പിക്കുന്നു. ചന്ദനവനത്തിൽ നിന്ന് വീശുന്ന കാറ്റേൽക്കുമ്പോൾ ഉള്ളിൽ മന്മഥ താപം വർദ്ധിക്കുന്ന മലയമാരുത വിളിക്കുകയാണ്. നീ ഇത്ര ഉപകാരം ഈ നല്ല അവസരത്തിൽ ചെയ്യാൻ മാത്രം ഞങ്ങൾ നിനക്ക് എന്ത് പ്രിയാണ് ചെയ്തേക്കണത്? നീ ചെയ്ത ഉപകാരം എന്താണെന്നറിയോ? ശ്രീകൃഷ്ണൻ്റെ കടാക്ഷമാകുന്ന ശരങ്ങളേറ്റ് മോഹാലസ്യം അടഞ്ഞ ഞങ്ങളുടെ ചേതനയെ നീയ് ഉണർത്തിക്കൊണ്ടിരിക്കണം. ബാണപീഡിതമായ ഹൃദയത്തിൽ മന്മഥാഗ്നി നീ ഉദ്ദീപിപ്പിച്ചു. പ്രാണനില്ലാതെയായാൽ പിന്നെ ചിതയിൽ കൊണ്ടുപോയി തീ വയ്ക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? പുത്രന്മാർ ചെയ്യേണ്ട ഈ കർത്തവ്യം വേണ്ട പോലെ ചെയ്യാനുള്ള സ്നേഹം നിനക്ക് എങ്ങനെ ഞങ്ങളോടുണ്ടായി? ഒരുപക്ഷേ നിനക്ക് ഞാൻ എന്തൊരപ്രിയ ചെയ്തത്? ആ ഗോവിന്ദ കടാക്ഷബാണമേറ്റ് മുറിഞ്ഞ ഹൃദയത്തിൽ മന്മഥാഗ്നി വർദ്ധിപ്പിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഉചിതമാണോ? രണ്ടു നിലയ്ക്കും അതിനെ സജ്ജനങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. നിരപരാധികളെ ഉപദ്രവിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്നും ചോദിക്കുന്നു. അടുത്തതായി മേഘത്തിനോട് ചോദിക്കുകയാണ്. മേഘ ശ്രീമം സ്ത്വമസി ദയിതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധ അത്യുൽകണ്ഠ ശബളഹൃദയോസ്മദ്വിധോ ബാഷ്പധാര സ്മൃത്വാ സ്മൃത്വാ വിസൃജസി മുഹുർ ദുഃഖദസ്തൽ പ്രസംഗ. ഹേ മേഘമേ, ശ്രീമൻ ഏറ്റവും ശ്രീമത്തായിരിക്കുന്നവനെ, ത്വം യാദവേന്ദ്രസ്യ ദൈതഃ അസി നൂനം, നീ ആ യാദവേന്ദ്രൻ്റെ ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവനാണ്,
മാറിയിരിക്കണു ഉറപ്പ്. കാരണം അങ്ങ് പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടവനായി വയമിവ ഞങ്ങളെപ്പോലെ ശ്രീവത്സാംഗം ധ്യായതി, ശ്രീവത്സമാകുന്ന അടയാളത്തോടു കൂടിയവനെ ധ്യാനിക്കുന്നു. ശബളഹൃദയ, ശബളമായ ഹൃദയത്തോടു കൂടിയവനായി അസ്മദ്വിധ ഞങ്ങളെപ്പോലെ അത്യുത്കണ്ഠ, വലിയ ഉത്കണ്ഠയോടുകൂടി സ്മൃത്വ സ്മൃത്വ വീണ്ടും വീണ്ടും ഓർമ്മിച്ചിട്ട് ബാഷ്പധാരാ വിസൃജസി നീയും കരഞ്ഞുകൊണ്ടിരിക്കണു, നേത്രത്തിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കണു. തൽപ്രസംഗ ദുഃഖദ, അവൻ്റെ കഥകൾ ദുഃഖത്തെ നൽകുന്നതാണ്. നീ ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ? രണ്ടുപേരും നീല മേഘ ശ്യാമളവർണ്ണം അല്ലേ? ഇപ്പം ശ്യാമളവർണ്ണം കൊണ്ടും സന്താപത്തെ ശമിപ്പിക്കുക എന്നുള്ള ധർമ്മം കൊണ്ടും മഴയും മഴമുകിലൊളി വർണ്ണനും ഒരേപോലെയാണെന്നാണ്. ഭഗവാനിൽ അതിപ്രേമമുള്ള അവർക്ക് സാരൂപ്യം എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെപ്പോലെ തന്നെ ഭഗവാനിൽ ബന്ധിക്കപ്പെട്ട പ്രേമത്തോടു കൂടിയവനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ശ്രീവത്സമാകുന്ന മറുവിനെ മാറിൽ ധരിച്ച ആ ഭഗവത് സ്വരൂപത്തെ നീയും ഞങ്ങളെപ്പോലെ ധ്യാനിക്കണില്ലേ? ഭഗവത് വിരഹം കൊണ്ട് നിന്റെ ഹൃദയവും ഞങ്ങളുടെ ഹൃദയവും ഒരേപോലെ ശബളമായി കഴിഞ്ഞു. പലതരത്തിലുള്ള നിറം മേഘങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ആ ഹൃദയത്തിലും പലതരത്തിലുള്ള ഭേദങ്ങളുണ്ട്. എല്ലാം മേഘങ്ങളാണെങ്കിലും മേഘങ്ങൾ ചിലത് നീലയാവാം, ചിലത് വെളുപ്പാവാം, പലതിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നീയും ഞങ്ങളെപ്പോലെ ഉത്കണ്ഠാകുലമായ മനസ്സുമായി ഭഗവാനെ ഓർത്തു വിഷമിക്കുകയാണ് അല്ലേ? ഉച്ചത്തിൽ കരയണു. ആ കണ്ണീർ തുള്ളികൾ അത് മഴയായി താഴേക്ക് വീഴുന്നു. ഇത് നിന്റെ കുറ്റമല്ലാട്ടോ, മേഘത്തിനോട് പറയുക. കാരണം ഭഗവാന്റെ കഥാപ്രസംഗം പോലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിരഹത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്, അതിദുഃഖത്തെ നൽകും. ഭഗവാന്റെ ലീലകളൊക്കെ ആനന്ദകരമാണെങ്കിലും ഭഗവാൻ ഇല്ലാത്ത സമയത്ത് അത് കേൾക്കുമ്പോൾ ഭഗവത് സ്മരണയുണ്ടാവുകയും അത് ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും. അടുത്തതായി കുയിലിനോട് ചോദിക്കുകയാണ്. പ്രിയരാവപദാനി ഭാഷസേ മൃതസഞ്ജീവകയാനയാഗിര കരവാണിക്ക് മദ്യത്തെ പ്രിയം വദമേ വൽഗിതകണ്ഠ കോകില. വൽഗിതകണ്ഠ മനോഹരമായ കണ്ഠത്തോടു കൂടിയ കോകിലമേ കുയിലേ. മൃതസഞ്ജീവികയ മരിച്ചവരെ ജീവിപ്പിക്കുന്ന അനയാഗിര ഈ വാക്കുകൊണ്ട് പ്രിയരാവപദാനി പ്രിയമാകുന്ന തരത്തിൽ സംസാരിക്കുന്ന ഭഗവാന്റെ പദങ്ങളെ ത്വം ഭാഷസെ നീ ഭാഷിക്കണു, നീ പാടിക്കൊണ്ടിരിക്കുന്നു. അദ്യ തേ കിം പ്രിയം കരവാണി മേ വദ നിനക്കിപ്പോൾ എന്ത് പ്രിയമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയൂ എന്ന് പറയുകയാണ്. മനോഹര സ്വരമാണ് കുയിലിന് അല്ലേ? നീ ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വിധം ആ വേണ്ട പോലെ സംസാരിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിന്റെ ആ പഞ്ചമത്തിലുള്ള പാട്ട് ഇത് സാക്ഷാൽ ആ ഭഗവാൻ, ആ പത്മനാഭൻ നിന്നെ പഠിപ്പിച്ചതാണോ? നിന്റെ സ്വരമാധുര്യം കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. മരിക്കാൻ തക്ക നിലയിലേക്ക് എത്തിയ ഞങ്ങളെ നീ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മനോഹരമായ കൂജനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മരതകമണിവർണ്ണനെ ഓർമ്മ വരികയും ആ ഭഗവാനാണ് പറയുന്നതെന്ന് പോലും തോന്നുന്നു. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് നീ തന്നെ പറയൂ എന്നാണ്. ഭഗവാന്റെ സ്വരവും കുയിലിൻ്റെ സ്വരവും ഒരുപോലെയാണെന്ന്. ഞങ്ങളെ മരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി നീ നിമിത്തം ഇനിയും അധിക ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്ന് മറ്റൊരു വ്യാഖ്യാനം. നിന്റെ ഈ കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് നീ തന്നെ പറഞ്ഞോളൂ എന്ന മറ്റൊരു അർത്ഥം കൂടി വ്യാഖ്യാതാക്കൾ ഇതിന് പറയുന്നു. നചലസി നവദസ്യുദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം അപിബദ വസുദേവ നന്ദനാഘ്രിം വയമിവ കാമയസേ സ്തനൈർവിധർത്തും. ഉദാരബുദ്ധേ ഉദാരമായ ബുദ്ധിയോടുകൂടിയ ക്ഷിതിധര പർവ്വതമേ. ന ചലസി നീ അനങ്ങുന്നില്ല, ന വദസി നീ പറയണമില്ല,
മഹാന്തം അർത്ഥം ചിന്തയസെ, മഹത്തായ പുരുഷാർത്ഥത്തെക്കുറിച്ച് നീ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വസുദേവനന്ദനാഘ്രിം, വസുദേവപുത്രൻ്റെ പാദത്തെ വയമിവ, ഞങ്ങളെപ്പോലെ സ്തനൈവിധർത്തും അപി കാമയസേ, സ്തനങ്ങൾ കൊണ്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കഷ്ടം എന്ന് പറയുന്നു. പർവ്വതത്തിനോട് പറയുക, നീ ഒന്നും മിണ്ടണില്ല, ഒന്നും പറയണമില്ല, ഇളകുന്നുമില്ല. മഹാപുരുഷാർത്ഥത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തെ നിന്റെ കൊടുമുടികളാകുന്ന സ്തനങ്ങളെ കൊണ്ട് ധരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീയും ഞങ്ങളെപ്പോലെ ദുഃഖിക്കുകയാണോ? പർവ്വതത്തിനോട് ചോദിക്കുന്നു. ഗോപികമാരുടെ ഗോപികാഗീതം പോലെ വളരെ മനോഹരമായിട്ടുള്ള ഭഗവത് പത്നിമാരുടെ ചിന്തകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ചോദിക്കുന്നു, ശുഷ്യധ്രത കരിഷിതാബദ സിന്ധു പത്നിയ സംപ്രത്യപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തു യദ്വദ്വയം മധുപതേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയ പുരുകർഷിതാസ്മ. ഇവിടെ പറയാണ്, ഇഷ്ടഭർത്താവായിരിക്കുന്ന മധുപതിയുടെ പ്രണയാവലോകം, പ്രണയത്തോടുകൂടിയ ആ നോട്ടം പ്രാപിക്കാതെ വയം യദ്വത് മുഷ്ടഹൃദയാഹ, നമ്മൾ ഏത് തരത്തിലാണ് അപഹരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവരും പുരുകരിഷിത, ഏറ്റവും കൃഷകളുമായിരിക്കുന്നത്, അതേപോലെ സിന്ധുപത്നിയ, സമുദ്രത്തിൻ്റെ ഭാര്യമാരും ശുഷ്യധ്രത, ശോഷിച്ച ഹൃദയങ്ങളോടുകൂടിയവരും കരിഷിത, കൃഷകളും സമ്പ്രതി, ഇപ്പോൾ അപാസ്തകമലശ്രിയ, നിരസിക്കപ്പെട്ട കമലകാന്തിയോടുകൂടിയവരുമായി മാറി. കൂട്ടുകാരോട് അല്ലെങ്കിൽ മറ്റ് പത്നിമാരോട് പറയുകയാണ്, ഉഷ്ണകാലത്ത് വെള്ളമില്ലാതെ ഉണങ്ങിപ്പോയിരിക്കണു നദികൾ. അപ്പം നദികളെ കുറിച്ച് പറയുകയാണ്, കൂട്ടുകാരോട് പറയുകയാണ്, ഇവിടെ സമുദ്രപത്നികളായിട്ടുള്ള ഈ നദികളെ ഒന്ന് നോക്കൂ എന്നാണ്. സമുദ്രപത്നികൾ നദികളുടെ ഭർത്താവാണ് സമുദ്രം എന്നാ പറയുക. അപ്പം ഇഷ്ടഭർത്താവായ സമുദ്രം മേഘദ്വാര ഇവരെ കടാക്ഷിക്കാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവർ വളരെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇവരുടെ ഹൃദയസ്ഥാനങ്ങളായിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ ശുഷ്കിച്ചിരിക്കുന്നു. മുഖസ്ഥാനീയമായ താമരപ്പൂക്കൾ കാണാനില്ല. ഭർത്തൃലാളനം അനുഭവിക്കാത്ത നമ്മളെപ്പോലെ നമ്മുടെ അവസ്ഥയും ഇത് തന്നെയാണല്ലോ, ഭഗവാനെ കാണാനില്ല. അപ്പം ശ്രീകൃഷ്ണൻ പ്രണയപൂർവമായ കടാക്ഷം നമുക്ക് തരാത്തത് കൊണ്ട് നമ്മളുടെ ഹൃദയം ഈ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചടച്ച് കൃഷാംഗികളായി മാറിയിരിക്കുന്നത്. അതേപോലെ സമുദ്രത്തിൻ്റെ വേണ്ട തരത്തിലുള്ള ആ പ്രണയം ഇല്ലാത്തത് കൊണ്ട് നദികളും വളരെ ശുഷ്കിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അടുത്തതായി ഹംസത്തിനോട് ചോദിക്കുകയാണ്, ഹംസസ്വാഗതമാസ്യദാം പിബ പയോ ബ്രൂഹ്യംഗശൗരേ കഥാം ദൂതം ത്വാം नु വിദാമ കച്ചിദചിത സ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാ നശ്ചല സൗഹൃദ സ്മരതി തം കസ്മാൽ ഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രിയമൃതേ സൈവൈകനിഷ്ഠാസ്ത്രിയം. ഹംസമേ, ഹംസ, സ്വാഗതം, നീക്ക് സുഖമായിട്ട് നീ വന്നുവോ? ആസ്യത, ഇരിക്കൂ. പയ പിബ, നീ പാല് കുടിക്കൂ. അല്ലേ, പാലും വെള്ളവും ചേർത്ത് വെച്ചാൽ കഴിക്കുകയാണ് ഹംസങ്ങളാണ്. ക്ഷീരനീര വിവേകി. ഇത് പറയുകയാണ്, ഹേ പൂജ്യ, ശൗരേ കഥാം ബ്രൂഹി, നീ ശൗരിയുടെ കൃഷ്ണൻ്റെ കഥകൾ പറയും. നിന്നെ ദൂതനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഹംസദൂത് അല്ലേ. അജിത, ആരാലും ജയിക്കപ്പെടാത്തവൻ, സ്വസ്തി ആസ്തേ കച്ചിൽ, സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ? ന പുരാ ഉക്തം കിം വാ സ്മരതി, ഞങ്ങളോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടോ? ചലസൗഹൃദ, ഇളക്കമുള്ള സ്നേഹത്തോടു കൂടിയവനാണവൻ. വയം കസ്മാൽ ഭജാമ, ഞങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഭജിക്കുന്നത്? ക്ഷൗദ്ര, ഹേ ക്ഷുദ്രന്റെ ദൂത, കാമദം തം ശ്രിയം ഋതേ, കാമത്തെ നൽകുന്ന അവനെ ശ്രീദേവിയെ കൂടാതെ ആലാപയ, വിളിച്ചുകൊണ്ടുവരൂ. സ്ത്രീയാം സ ഏവ
ഏകനിഷ്ഠ, സ്ത്രീകളിൽ വെച്ച് അവൾ തന്നെയാണോ ഏകനിൽ നിഷ്ഠയോട് കൂടിയവൾ? ഹംസത്തിനോട് ചോദിക്കുകയാണ്. പ്രാതകാലത്ത് ഒരു ഹംസപക്ഷി വന്നപ്പോൾ ശ്രീകൃഷ്ണൻ അയച്ച ദൂതൻ എന്നതുപോലെ ഗോപികമാരുടെ ഭ്രമരഗീതം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉദ്ധവന് ആ ഗോപികമാരുടെ അടുത്ത് ചെന്നപ്പോൾ ഉദ്ധവനെ മുൻനിർത്തി തൻ്റെ കാലിൽ വന്നിരുന്ന ഭ്രമരത്തിനോട് ഗോപികമാർ പറയുന്നുണ്ട്. അതേപോലെ ഹംസത്തിനോട് പറയുകയാണ്, സ്വാഗതം, ഇരിക്കൂ, ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ പറയൂ. നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ആ കൃഷ്ണനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആർക്കും കീഴടങ്ങാത്ത സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന ശ്രീകൃഷ്ണന് സുഖമല്ലേ? സ്നേഹത്തിന് ഉറപ്പില്ലാത്ത ആളാണ്. ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ ഞങ്ങൾ എന്തിനാണ് ആ ശ്രീകൃഷ്ണനെ ഭജിക്കണത്? സ്നേഹമുണ്ട് ആ കൃഷ്ണനെന്ന് നീ പറയുന്നുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ ഉടനെ തന്നെ ആ ശ്രീകൃഷ്ണനെ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക. ഞങ്ങളെയൊക്കെ വഞ്ചിച്ച് ആ ശ്രീദേവിയെ മാത്രം ഒരുമിച്ച് കൂട്ടണ്ട. അവളെ ഉപേക്ഷിക്കാൻ പ്രയാസമാണെന്ന് നീ പറയുന്നുണ്ടോ? എന്താ പ്രയാസം? ഞങ്ങളെപ്പോലെ തന്നെ ഏകനിഷ്ഠയുള്ള അനേകം സ്ത്രീകളിൽ ഒരാൾക്ക് മാത്രമാണോ ആ ശ്രീകൃഷ്ണനോടൊപ്പം ഇരിക്കാൻ യോഗ്യത? അതുകൊണ്ട് നീ ചെന്ന് ആ ശ്രീകൃഷ്ണനെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ഇതീദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. യോഗേശ്വരേശ്വരേ, യോഗേശ്വരന്മാരുടെയും ഈശ്വരനായ ശ്രീകൃഷ്ണനിൽ ക്രിയമാണേന ഈദൃശേന ഭാവേന, ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ഭാവം കൊണ്ട് മാധവ്യ, മാധവപത്നിമാർ പരമാം ഗതിം ലേഭിരെ, പരമഗതി നേടാൻ സാധിച്ചു എന്നാണ്. യോഗഫലങ്ങളെ നൽകുന്ന ഈശ്വരന്മാർ, അവരുടെയും ഈശ്വരനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനിൽ മനസ്സു ചേർത്തു വെച്ച ആ മാധവികൾ മാധവപാദത്തിലേക്ക്, പരമഗതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്ന 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ.
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം.
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.